ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് IBPS പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് ആരംഭിച്ചിരിക്കുന്നു. 2026-27 വർഷത്തേക്കുള്ള ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പ്രധാനപ്പെട്ട തീയതികൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂലൈ 1, 2025 മുതൽ ജൂലൈ 21, 2025 വരെയാണ്. അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും ജൂലൈ 21, 2025 ആണ്. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഓഗസ്റ്റ് 2025 നടക്കും. പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള കോൾ ലെറ്ററുകൾ ഓഗസ്റ്റ് 2025 ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിലിമിനറി പരീക്ഷ ഓഗസ്റ്റ് 2025 തന്നെ നടക്കും. പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് സെപ്റ്റംബർ 2025 പ്രതീക്ഷിക്കാം. മെയിൻ പരീക്ഷയ്ക്കുള്ള കോൾ ലെറ്റർ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ 2025 ലഭ്യമാകും. മെയിൻ പരീക്ഷ ഒക്ടോബർ 2025 മെയിൻ പരീക്ഷയുടെ റിസൾട്ട് നവംബർ 2025 പ്രഖ്യാപിക്കും. നവംബർ അല്ലെങ്കിൽ ഡിസംബർ 2025 പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ഡിസംബർ 2025 അല്ലെങ്കിൽ ജനുവരി 2026 നടക്കും. പ്രൊഫഷണൽ അലോട്ട്മെന്റ് ജനുവരി ഫെബ്രുവരി 2026 അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. സോ നമ്മൾ പ്രധാന തീയതികളും പൊതുവായ വിവരങ്ങളും നോക്കി. ഇനി നമ്മൾ ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്, എത്ര ശമ്പളം ലഭിക്കും, പിന്നെ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളിലാണ് നിങ്ങൾക്ക് പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനിയായി ജോലി നേടാൻ അവസരം ലഭിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ബാങ്കുകളിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ സാധ്യതയുള്ളത്. പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റിലേക്കുള്ള ബേസിക് പേ എന്ന് പറയുന്നത് 48,480 ആണ്. ഈ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ പങ്കെടുക്കുന്ന ബാങ്കുകളുടെ നിയമങ്ങൾ അനുസരിച്ച് വിവിധ അലവൻസുകളും നിങ്ങൾക്ക് ലഭിക്കും. അതായത് മൊത്തം ലഭിക്കുന്ന ശമ്പളം ബേസിക് പേയേക്കാൾ വളരെ കൂടുതലായിരിക്കും. നല്ലൊരു ശമ്പള പാക്കേജ് തന്നെയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്നത്. അപേക്ഷിക്കുന്നതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതേപോലെ നേപ്പാൾ, ഭൂട്ടാൻ സിറ്റിസൺസിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1962 ജനുവരി 1 മുമ്പ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ടിബറ്റൻ റെഫ്യൂജി, അതേപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കുന്നതിന് വേണ്ട ഏജ് ലിമിറ്റ് നോക്കാം. 2025 ജൂലൈ 1 അടിസ്ഥാനമാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അതായത് 20 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷകർ 1995 ജൂലൈ 2 മുൻപോ 2005 ജൂലൈ 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നുണ്ട്. അതായത് SC/STക്ക് 5 വർഷം ഇളവുണ്ട്. അതേപോലെ OBC നോൺ ക്രിമി ലെയർ 3 വർഷം, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 10 വർഷം, അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ കമ്മീഷൻഡ് ഓഫീസർമാർക്ക് 5 വർഷം വരെ ഇളവുണ്ട്. 40% കുറയാത്ത വൈകല്യമുള്ള ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനാണ് സംവരണം ലഭിക്കുന്നത്. അതുപോലെ തന്നെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കും നിശ്ചിത ആസ്തി പരിധിക്കുള്ളിൽ വരുന്നവർക്കും EWS സംവരണം ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലഭിക്കും. അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ജൂലൈ 21 അതിനു മുൻപോ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ നേടിയിരിക്കണം. നിങ്ങളുടെ മാർക്ക് ഷീറ്റിലോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലോ രേഖപ്പെടുത്തിയ തീയതിയാണ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ തീയതിയായിട്ട് പരിഗണിക്കുക. ഓൺലൈൻ അപേക്ഷയിൽ ഗ്രാജുവേഷന് ലഭിച്ച മാർക്കിന്റെ പെർസെൻറ്റേജ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. CGPA അല്ലെങ്കിൽ OGPA ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻസ് പ്രകാരം പെർസെൻറ്റേജിലേക്ക് മാറ്റി കാണിക്കുക. അപേക്ഷാ ഫീസ് വരുന്നത് SC, ST, PWBD വിഭാഗക്കാർക്ക് 175 രൂപയാണ്. മറ്റെല്ലാവർക്കും 850 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഫീസ് അടയ്ക്കേണ്ട തീയതി 2025 ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെയാണ്. എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. എക്സാം 2 പ്രധാന ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും. ഇത് രണ്ടും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ 60 മിനിറ്റുള്ള ഒബ്ജക്റ്റീവ് എക്സാം ആണ്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് എബിലിറ്റി എന്നിവയാണ് സബ്ജക്ട്സ് വരുന്നത്. ഓരോ വിഷയത്തിലും IBPS നിശ്ചയിക്കുന്ന മിനിമം കട്ട് ഓഫ് മാർക്ക് നേടണം.
നെക്സ്റ്റ് വരുന്നത് മെയിൻ എക്സാമിനേഷൻ ആണ്. 3 മണിക്കൂർ 10 മിനിറ്റുള്ള ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവുമായിട്ടുള്ള പരീക്ഷയാണിത്. റീസണിംഗ്, ജനറൽ, എക്കണോമി, ബാങ്കിങ് അവയർനെസ്, ഇംഗ്ലീഷ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നീ ഒബ്ജക്റ്റീവ് വിഷയങ്ങളും എസ്സേയും കോംപ്രിഹെൻഷനും ഉൾപ്പെടുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഇതിലുണ്ടാകും. പ്രിലിമിനറി മെയിൻ എക്സാമുകളിൽ തെറ്റുത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. മെയിൻ എക്സാമിനേഷനിൽ യോഗ്യത നേടുന്നവരെ പേഴ്സണാലിറ്റി ടെസ്റ്റിനും അതിനുശേഷം ഇന്റർവ്യൂവിനും വിളിക്കും. മെയിൻ പരീക്ഷയിലെ മാർക്ക് മാത്രമാണ് ഫൈനൽ സെലക്ഷന് അല്ലെങ്കിൽ ഫൈനൽ സെലക്ഷനായിട്ട് പരിഗണിക്കുക. പരീക്ഷാ ഹാളിൽ പ്രവേശിക്കാനായിട്ട് കോൾ ലെറ്ററും അതേപോലെ തന്നെ ID പ്രൂഫും നിർബന്ധമാണ്. പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ഇന്ത്യയിൽ ഉടനീളം എക്സാം സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിലെ കാൻഡിഡേറ്റ്സിന് പ്രിലിമിനറി മെയിൻ എക്സാമിനായി ലഭ്യമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിലിമിനറി എക്സാം സെന്റേഴ്സ് വരുന്നത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ. മെയിൻ എക്സാമിനേഷന് വേണ്ടിയുള്ള സെന്റേഴ്സ് എന്ന് പറയുന്നത് ആലപ്പുഴ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശൂർ. കേരളത്തിലെ പ്രധാന സിറ്റീസിലെല്ലാം എക്സാം സെന്റേഴ്സ് ലഭ്യമാണ്. മറ്റ് എക്സാം സെന്റേഴ്സിന്റെ ലിസ്റ്റ് നോട്ടിഫിക്കേഷനിൽ അനക്ഷർ 2 ലഭ്യമാണ്. മെയിൻ പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെയാണ് ഇന്റർവ്യൂവിന് വിളിക്കുക. ആകെ 100 മാർക്കാണ് ഇന്റർവ്യൂവിന്. കുറഞ്ഞത് 40% മാർക്ക് വേണം. എന്നാൽ SC, ST, OBC, PWBD വിഭാഗക്കാർക്ക് 35% മാർക്ക് മതിയാവും. മെയിൻ എക്സാമിനേഷനിലെയും ഇന്റർവ്യൂവിലെയും മാർക്കുകൾ 80:20 അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് ഫൈനൽ സെലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റർവ്യൂ കോൾ ലെറ്ററിന്റെ പ്രിന്റ് ഔട്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ അപേക്ഷാ ഫോമിന്റെ സിസ്റ്റം ജനറേറ്റഡ് പ്രിന്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ ID പ്രൂഫ്, ഗ്രാജുവേഷൻ മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും, SC, ST, OBC വിഭാഗക്കാർക്ക് നിശ്ചിത ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, EWS വിഭാഗക്കാർക്കാണെങ്കിൽ നിശ്ചിത ഫോർമാറ്റിലുള്ള ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ്, അതേപോലെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡ് നൽകിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സർക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ NOC, എക്സ് സർവീസ്മാന് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടി വരും. ഇനി IBPS റിക്രൂട്ട്മെന്റിന്റെ അവസാന ഘട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയാൽ ഒഴിവുകൾക്കും നിങ്ങളുടെ മെറിറ്റിനും മുൻഗണനയ്ക്കും അനുസരിച്ച് ഒരു ബാങ്കിലേക്ക് നിങ്ങളെ താൽക്കാലികമായിട്ട് തെരഞ്ഞെടുക്കും. അതേപോലെ തന്നെ ഐഡന്റിറ്റി വെരിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എക്സാമിനും ഇന്റർവ്യൂവിനും പോകുമ്പോൾ കോൾ ലെറ്ററും അതിലുള്ള അതേ രൂപത്തിലുള്ള ഒറിജിനൽ ഫോട്ടോ ID കാർഡും കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ്. ഓൺലൈൻ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.ibps.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കാനുള്ളത്. അവിടെ CRP/PO/MD എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ബേസിക് ഡീറ്റെയിൽസ് നൽകുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പരും പാസ്വേഡും ലഭിക്കും. ഇത് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, ഒപ്പ്, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, കൂടാതെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫോം വളരെ ശ്രദ്ധയോടെ പൂരിപ്പിക്കുക. അതുപോലെ തന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് ഉപയോഗിച്ച് വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കുക. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മാറ്റവും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപേക്ഷാ ഫീസ് എപ്പോഴും ഓൺലൈൻ വഴിയായിട്ടാണ് അടയ്ക്കാനുള്ളത്. പേയ്മെന്റ് സക്സസ് ആയാൽ ലഭിക്കുന്ന ഈ റെസിപ്റ്റും അപേക്ഷാ ഫോം പ്രിന്റ് ഔട്ടും എടുത്ത് സൂക്ഷിച്ചു വെക്കുക. ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ വിവരങ്ങളും www.ibps.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതിനാൽ വെബ്സൈറ്റ് നിരന്തരം സന്ദർശിച്ച് പുതിയ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.